കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് ഞങ്ങളുടെ മാസ്റ്റർ മൈൻഡ്, ഞങ്ങളുടെ മാസ്റ്റർ ബ്രെയിൻ കനകോലു സുനിലാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം വി.ഡി. സതീശനും കേരളത്തിലെയും കേന്ദ്രത്തിലെയും കോൺഗ്രസ് നേതാക്കൾ വാവിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ കേരളം ഞെട്ടി. മാധ്യമങ്ങൾ പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചു ആ റിപ്പോർട്ടിനെ. എന്തായിരുന്നു ആ റിപ്പോർട്ട്? 40% വീതമല്ലാതെ ഒരു വോട്ട് വിഹിതം കോൺഗ്രസിനും LDFിനും കാണുന്നില്ല. നെക്ക് ടു നെക്ക്, ബ്രിം ലെവൽ മാർജിൻ. കയ്യാല പുറത്തിരിക്കുന്ന തേങ്ങയാണടോ സതീശ നിങ്ങളുടെ 100-ന് മുകളിൽ എന്നുള്ള മാന്ത്രിക സംഖ്യയും സ്വപ്നം കാണലുമെന്ന് നിങ്ങൾ കൊട്ടിഘോഷിച്ച് തമ്പുരാനായി വാഴിക്കുന്ന കനകോലു സുനിൽ ഈ രാഷ്ട്രീയ കേരളത്തെ നോക്കി പറഞ്ഞ പകലുകളാണ് കഴിഞ്ഞു പോയത്. അതിനെ ഒന്ന് ചർച്ച ചെയ്യാൻ, അതിനെക്കുറിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഒളിച്ചോടാനല്ലാതെ ഇന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ കൃത്യമായി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് പുറത്തിരുന്നിട്ട് ഭരണം നേടാൻ വരുമ്പോൾ കനകോലു സുനിലിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ് 100% സ്ഥാനാർത്ഥികളെ ഒരുപാട് ഡേറ്റകൾ വെച്ച്, ഒരുപാട് കാര്യങ്ങൾ വെച്ച് പരിശോധിച്ച് തീരുമാനിക്കാൻ. അതിൽ കനകോലു സുനിലാണ് ഇങ്ങനെ കൃത്യമായി ആളുകളെ തീരുമാനിക്കുന്നതും വിജയസാധ്യത കാണുന്നതും ഓരോ മണ്ഡലത്തിൻ്റെയും പൾസ് അറിയുന്നതും. ആ പൾസ് അറിഞ്ഞ മാസ്റ്റർ മൈൻഡ് പറയുക 10 കൊല്ലം പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസിന് തിരിച്ചു വരാനുള്ള സാധ്യത മങ്ങലേൽക്കും വിധമാണെന്ന് അവരുടെ മാസ്റ്റർ ബ്രെയിനായ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ തന്നെ അങ്ങനെ പറയുമ്പോൾ ഇവിടെ 110 വരുമെന്ന് പിണറായി പറഞ്ഞത് തന്നെയല്ലേ നടക്കാൻ പോകുന്നത്? 100 എന്ന് സതീശൻ പറഞ്ഞതല്ല നടക്കാൻ പോകുന്നത്. 3-ാം വട്ടവും പിണറായിയുടെ തുടർ ഭരണമാണ് ഈ കേരളം കാണാൻ പോകുന്നത് വരും മാസങ്ങളിലെന്ന് കനകോലു സുനിൽ പോലും പറഞ്ഞു എന്ന് പറയേണ്ടി വരില്ലേ? മനോരമയുടെ കഴിഞ്ഞ ദിവസം വന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ സർവേയിൽ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകൻ, മനോരമയുടെ സീനിയർ മാധ്യമപ്രവർത്തകനും തുടർ ഭരണത്തിന് 43% പേർ ആഗ്രഹിക്കുന്നു, 51% പേർ തുടർ ഭരണത്തെ ആഗ്രഹിക്കുന്നില്ല. അതേഴ്സും കൂടെ കൂട്ടുമ്പോൾ അവിടെയും തുടർ ഭരണം വരണമെന്നാണ്. ഇങ്ങനെ കോൺഗ്രസ് ഇടങ്ങൾ പോലും, കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങൾ പോലും മൗനമായി സത്യാവസ്ഥ പറയുന്ന രീതിയിലേക്ക്, പിണറായിയുടെ 3-ാം വരവിലേക്ക് രാഷ്ട്രീയ കേരളം കാതോർക്കുന്നതാണ് കണ്ടുപോകുന്നത്.